മലയാളം സൂപ്പർ സ്പീക്കേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ പ്രകാശ്, പാലക്കാട് നിന്നും. ഇന്നത്തെ യുവർ ചോയ്സിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ശ്ലോകം, സംസ്കൃത ശ്ലോകം, യദ്ഭാവോ തദ്ഭവതി, യദ്ഭാവോ തദ്ഭവതി. അതിൻ്റെ അർത്ഥം, നമ്മളെന്താണോ ഭാവിക്കുന്നത് അതായിട്ട് നമ്മൾ മാറുന്നു. നമ്മളെന്താണോ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്, ആവർത്തിച്ച് വിചാരിക്കുന്നത്, ആവർത്തിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മളെക്കുറിച്ച് സങ്കല്പിക്കുന്നത്, അത് വാസ്തവമായിട്ട് മാറും, യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ലാ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സമയം, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മളായിട്ട് മാറുന്നത്, നമ്മുടെ മനസ്സായിട്ട് മാറുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡായിട്ട് മാറുന്നത്. അപ്പോൾ ഇതേ തിയറി നമ്മൾ നല്ല കാര്യങ്ങൾ, അതായത് ഞാൻ സർവശക്തനാണ്, എല്ലാം ചെയ്യുവാനുള്ള കഴിവ്, സർവശക്തികളും എന്നിൽ ഉൾക്കൊള്ളും, അനന്തമായ ശക്തിക്ക് ഉടമയാണ് ഞാൻ. അത് വാസ്തവമാണ് കേട്ടോ. നമ്മളത് വെറുതെ സങ്കല്പിക്കുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വേദാന്തത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. കാരണം നമ്മിൽ അനന്തമായ ശക്തി ഓരോരുത്തരിലും ഒരു പുൽക്കുളിയിൽ പോലും ഉറങ്ങിക്കിടക്കണം. അത് നമ്മൾ പ്രകാശിപ്പിക്കണം. അത് പ്രകാശിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അത്തരമൊരു അനന്തമായിട്ടുള്ള സാധ്യത നമ്മിൽ ഉണ്ട് എന്ന ആ പരമസത്യം ബോധ്യപ്പെടണം. അത് നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും തോറും ആണ് അത് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കഴിവുകളായിട്ട്, നമ്മുടെ ശക്തി പ്രകടനങ്ങളായിട്ട് പുറമേയുള്ള നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നത്. അപ്പോൾ യദ്ഭാവോ തദ്ഭവതി, എങ്ങനെയാണോ നമ്മളെക്കുറിച്ച് ഭാവിക്കുന്നത് അതായിട്ട് നമ്മൾ മാറുന്നത്. പഴയൊരു എല്ലാവരും കേട്ട് കാണും, ഒരു എന്താ പറയുക, ഈ വേട്ടാമ്പളി എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു പുഴുവിനെ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുഴു വേട്ടാവളീനെ അങ്ങനെ കണ്ട് അതിനെ തന്നെ ധ്യാനിച്ച് അത് അവസാനം ഒരു വേട്ടാവളീനായിട്ട് മാറിയിട്ട് ആ കൂട്ടിൽ നിന്ന് പുറത്ത് വിടുന്നതാണ്. അതാണ് യദ്ഭാവോ തദ്ഭവതി. അപ്പോൾ നമ്മൾ ബോധപൂർവം തന്നെ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ യാഥാർത്ഥ്യത്തിൽ പിടിമുറുക്കിക്കൊണ്ട്, നമ്മുടെ ശക്തിയിൽ, നമ്മുടെ ധൈര്യത്തിൽ, നമ്മുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് തന്നെ നമ്മൾ പരമാവധി സമയം ചിന്തിച്ചാൽ പിന്നെ നമ്മളെ തടുക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകളും നേരുന്നു. പാലക്കാടൊക്കെ മഴയാണ്. അപ്പോൾ കൊല്ലത്തെ ഓണം മഴയിൽ കുതിരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.